രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ: ഔഷധത്തിനായി ഹനുമാന്റെ യാത്ര, കാലനേമിയുടെ പുറപ്പാട്, കാലനേമി വധം, ദിവ്യൌഷധ ഫലം, മേഘനാഥ വധം എന്നീ ഭാഗങ്ങളാണ്. ഔഷധത്തിനായി ഹനുമാന്റെ യാത്ര. കൈകസീ നന്ദനനായ വിഭീഷണൻ, ഭാഗവതോത്തമൻ ഭക്തപരായണൻ, പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനും അന്നേരം. ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായ വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരീതിലാരെന്നു നോക്കുവാൻ. ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ പിന്നെയും. പദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചു കൂടാരുതിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിപാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ, സത്വമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും. രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു? സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഢമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീ എന്നിയെ പോകവേണം. നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസ ശൈലത്തോളം. കൈലാസ സന്നിധിങ്കൽ ഋഷഭാദ്രി മേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. നാലുണ്ടു ദിവ്യൌഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ, പിമ്പു സന്താനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ.
രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം. അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും. വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീകാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും. നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തം ഇരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ച നർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം. ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണീടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തുമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തൊന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായാപുത്രഗണം കാമക്രോധാദികളെല്ലാം. പുത്രികളും തൃഷ്ണ ഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാം ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകൻ അവനോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെത്താൻ മറക്കുന്നിതന്യോഹമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി. അദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യാ നിരന്തരം.
ഹൃൽ പത്മകർണികാമധ്യേ സുവർണ പീഠോജ്വലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണമൃദുതരേ സീതയാ സംസ്ഥിതം. ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചനമയാവതീതുല്യപീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാങ്കുലീയോരു രത്നാഞ്ജിതകുണ്ടലനൂപുരം ചാരു കടക കടിസൂത്ര കൗസ്തുഭസാര സമാല്യ വനമാലികാദരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗത വത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലും ഉള്ളോരു കൽമഷമൊക്കെ നശിച്ചു പോവും നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പതിന്നൊരും വെട്ടുചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി വധം. കാലനേമി ക്ഷണാദാചരൻ അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി മതി ദുഷ്ടതാഭാവം ഇത് കൊണ്ടുക്കും ഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനിന്തെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്രിക്തനായൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വവൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാ വിരചിതം നാനാ മുനിജന സേവിതമായതും ശിഷ്യജനപരിചാരക സംയുതമുഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു. നിന്നാലിവിടെ ഒരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കേണമെന്മനോ വിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയ പാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം. ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ നിത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട് മായാശ്രമം രംഭാപന സകർജൂര കേരാമ്രാതി സമ്പൂർണമത്തിച്ച തോയവാപീയൂതം കാലനേമിത്രിയാമാ ചരനും തത്ര ശാലയിൽ ഋത്രിക്കു സസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢം മമ്മാറനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ. ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ജനേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യർത്ഥമായി ശ്രീരാംബുരാശിക്കു സമോദമെന്നു പോകുന്നു തപോനിധേ. ദേഹർഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പോരാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാനെങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജലം ആമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനി നീ ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും മഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ.
ഇത്തമാകർണ്യ ചൊന്നാൻ കവിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേദാഹം അതുകൊണ്ടുപോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തുമായാ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുതാകാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുത കണ്ണുമടച്ചു വാബീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരയും ഉന്നതനായ മഹാകവിവീരനെ തിന്നു കളവാനൊരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദ്യദ്ഭുതം ദിവ്യ വിമാനദേശേ കണ്ടിതന്നേരം. ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോഷം കവിവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലിതീമേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിരു താപസദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശമശേഷം ഒടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിഷ്യത്തെ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാനവനോട് പൊന്നാന സൂരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തേടോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നെ ബീവാദ്യവും ചെയ്ക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കബീവരൻ. ഒന്നടിച്ചാനതു കൊണ്ടവനും തഥാ ചെന്നു പൂക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധവാസ മൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറ്റി ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നമ്പോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ. വൻപട്ടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരഫലം കൊല്ലുന്നതൻ അരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ. വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിൽ ഇട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗുണം. മേഘനാഥവധം. രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരൂതരെ കൂപ തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതും ഒക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ
വെന്തു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വിട്ടിന്നയക്കാമനുഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈകൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുര കർമ്മ്യ ഗേഹങ്ങളും. കാസീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും മായാധനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തിയതവനും ശക്രനോടങ്ങറിയിച്ചാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചരസ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതും എത്രയും പാർത്തോളദ്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുജാനാദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ടതു രാഗങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു. ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജങ്കനും എത്രയും വൻപുള്ള യൂപാഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ബിംബം കലർന്നത്താൻ കവിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ധാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരവി മാനം നടിച്ചും ത്യജിച്ചും കളേവരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വമ്പോടെടുത്താനതു നേരമമ്പുകൊണ്ടറ്റം അകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത് ജമ്പാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും രൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി വന്നിതു. ബാലീതനയനും മൈന്ദനും ആശു വിവിധനുമായി തറ മന്ദേതരം വന്നടുത്താരതു നേരം മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെത്താരേയനും അത വിന്നയവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചീടിനാൻ വമ്പനാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻപിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ദിയിൽ വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതുകൊണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന്നയച്ചീടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരീക്കവുമായുടൻ സംഹാരരുദ്രനെപ്പോലെ രണാജിരെ സിംഹനാദം ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരീഖവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ. അതിക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഗരാത്മജനാം മകരാശനോ ധന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാശനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഗമോടും അടുത്തുരണാങ്കണേ. പന്നക തുല്യങ്ങളായ ശരങ്ങളെ
അഗ്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികേ. നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടുന്നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാശനും ഭിന്നമായി ഈ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം അന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഗരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപ്പെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാം മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ ദത്താഭാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾ കാപത്തുമുട്ടു തീർത്തിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങും പടിപ്പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപൂവിലുണ്ടായ സങ്കടം പൊക്കുവൻ. അന്തഃപുരം പൊക്കിൻ ഇരുന്നരുളിയിടുക, സന്താപമുണ്ടാകരുതിത് കാരണം നിത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരി ചിത്തം പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തം ഉണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മെയും വസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലൻ മുൻമൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടു ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും വൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ. സന്നദ്ധനായതു കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതിദാനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതത് കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാം ഇനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോ ലുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുത നന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം. ലോകേശ നന്ദന പാർക്കരുതേതുമേ ഉത്തമാകർണ്യ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവൻ. ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാനിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിതെപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പെരുമേ മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ. സൗമിത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സഞ്ജനായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും
എന്തൊരു കോശമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരി വിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ പൊട്ടിച്ചിരിച്ചു വിഭീഷണൻ, അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘ നിതാതനിക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു ബുക്കടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു. കണ്ടോരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണം, അല്ലായിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർത്തെഴുന്നേൽക്കതയാനിതേ. ലക്ഷ്മണനും അടിയനും കപികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയക്കണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോകാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോപരനും നടന്നോരതു നേരം മൈന്ദൻ വിവീതൻ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരിധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാദി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിരു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നുകിമ്പുല പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല. ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റ കറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു. രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാൾ തറമേലേറി നിന്നു ദശാനനപുത്രനും നന്നേരം കണ്ടു. വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ധൃതം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തിതിവെന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും ശസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ എയ്തിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വേ. വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും, രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നത്രേ ചൊല്ലാവൂ, നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു വാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നിന്നു നന്നു നീയും നിൻ പിതാവും അറിക നീ. വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാലിങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂയി കുമാരനും എല്ലാമതെയ്തു മുറിച്ചു കളഞ്ഞത. ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും.
കണ്ടുകൊൾക്കല്ലായിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവാൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീകവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരം അടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു.